എല്ലാവർക്കും നമസ്കാരം. ആസ്ട്രോ തോട്ട്സ് ബൈ അനിത രഘുനാഥ് എന്ന എൻ്റെ വീഡിയോ ചാനലിലേക്ക് സ്വാഗതം. കൊല്ലവർഷം 1200 ആണ്ട് കർക്കിടക മാസം 8-ാം തീയതി, അതായത് 2025 ജൂലൈ 24-ാം തീയതിയാണ് കർക്കിടക മാസത്തിലെ അമാവാസി വരുന്നത്. ഈ ദിവസമാണ് പിതൃക്കൾക്ക് വേണ്ടി ബലിയർപ്പിക്കേണ്ടത്. പിതൃക്കളുടെ തൃപ്തിയും അനുഗ്രഹവുമാണ് കർക്കിടക വാവ് ലക്ഷ്യം. ഓരോ ജന്മവും മുൻ ജന്മത്തിലെ കടം വീട്ടാൻ കൂടിയുള്ളതാണ്. ആ കടം തീർക്കുന്ന പ്രവൃത്തിക്ക് കർമ്മമെന്ന് പറയുന്നു. പിതൃക്കളോടുള്ള കടം നിറവേറ്റുവാനായിട്ട് പൈതൃകമായ ബലികർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത് സന്തതികളത്രേ. സുഖവും സംതൃപ്തിയും സമാധാനവുമാണ് ഈ കർമ്മം അനുഷ്ഠിച്ചാലുള്ള ഫലം. പിതൃയജ്ഞം അല്ലെങ്കിൽ ബലിയിടൽ 2 രീതിയിലാണ് നടത്തുന്നത്: തർപ്പണമായും ശ്രാദ്ധമായും. പിതൃക്കളെ തൃപ്തിപ്പെടുത്താൻ ചെയ്യുന്നതാണ് തർപ്പണം, ശ്രദ്ധയോടെ ചെയ്യുന്നത് ശ്രാദ്ധവും. തർപ്പണം ചെയ്യുമ്പോൾ ബലിയായി നൽകേണ്ടത് 8 വസ്തുക്കളത്രേ. ഇതിനെ പിണ്ടമെന്ന് പറയുന്നു. ആഹാരം, എള്ള്, ജലം, നെയ്യ്, പാൽ, തേൻ, ധൂപം, ദീപം എന്നിവയാണ് ഈ 8 വസ്തുക്കൾ. പിതൃപ്രീതിക്കായി ആണ്ടുതോറും നാം ഏകാദിഷ്ട ശ്രാദ്ധം ഊട്ടുന്നു. പ്രസക്തമായ നാളോ പക്കമോ നോക്കിയാണ് ശ്രാദ്ധ ദിനം നിർണ്ണയിക്കുന്നത്. കൂടാതെ അമാവാസി ദിനങ്ങൾ പിതാമഹ പ്രപിതാമഹാദികൾക്ക് വേണ്ടി ബലിയിടിയിലും ആചരിക്കപ്പെടുന്നു. ഇങ്ങനെ നാം അമാവാസി തോറും നൽകുന്ന പിതൃബലി പിതൃക്കൾക്ക് ദിവസം തോറുമുള്ള മധ്യാഹ്ന ഭക്ഷണമായി തീരുകയും അത് പിതൃപ്രീതിക്ക് വഴിയൊഴുക്കുകയും ചെയ്യുന്നു. എന്നാൽ അമാവാസികളിൽ വെച്ച് ഏറെ പ്രസക്തം കർക്കിടക അമാവാസിയാണ്. കാരണം ദേവന്മാരുടെ മധ്യാഹ്നവേളയും പിതൃക്കളുടെ മധ്യാഹ്നവേളയും ഒരുമിച്ച് വരുന്ന ഒരേ ഒരു വാർഷിക ദിനം കർക്കിടക അമാവാസി മാത്രമാണ്. അതായത് ഈ ദിവസം നാം ദേവസ്ഥാനങ്ങളോടനുബന്ധിച്ച് തീർത്ഥസ്നാനങ്ങളിലും മറ്റും പിതൃകർമ്മങ്ങൾ ചെയ്യുമ്പോൾ ദേവസാന്നിധ്യവും ദേവയജ്ഞവും കൂടി ചേർന്ന് പിതൃയജ്ഞം സഫലമായി തീരുന്നു. എല്ലാ ഗൃഹസ്ഥരും ബലിതർപ്പണം ചെയ്യേണ്ടതാണ്. കുട്ടികളും ഗാർഹസ്ഥ്യം വിട്ടവരും ഇത് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ചെയ്താലൊട്ട് ദോഷവുമില്ല. ഗൃഹത്തിലോ തീർത്ഥങ്ങളിലോ ബലിയിടാവുന്നതാണ്. ഏറ്റവും ശുദ്ധമായി ചെയ്യേണ്ട കർമ്മമാണ് ബലി. നനഞ്ഞ വസ്ത്രം ശുദ്ധമാണ്, അതുപോലെ ശുദ്ധമാണ് കോടി വസ്ത്രവും. ഇതും ബലിയിടാൻ ഉപയോഗിക്കാം. ഈശ്വരകർമ്മത്തേക്കാൾ പ്രാധാന്യം പിതൃകർമ്മത്തിനാണെന്നറിയുക. പാവിൻ്റെ 3 ദിവസം മുമ്പ് മുതൽ മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുക. തലേന്നൊരിക്കൽ അരിയാഹാരം ഒരിക്കൽ മാത്രം കഴിക്കണം. പഴങ്ങളോ പലഹാരങ്ങളോ മറ്റു സമയത്ത് കഴിക്കാം. ഉപവാസം പാടില്ല. ഏതെങ്കിലും തരത്തിലുള്ള അശൗചം ബലികർമ്മത്തിന് തടസ്സമല്ല. തർപ്പണ ശേഷമേ ആഹാരം കഴിക്കാവൂ. വ്രതമില്ലാതെ കേവലം നാട്ടുനടപ്പിന് വേണ്ടി മാത്രം ബലിയിടുന്നത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുമെന്നറിയണം. ബലിതർപ്പണത്തിൻ്റെ പുണ്യം നമുക്ക് കൂടിയുള്ളതാണ്. ദാനധർമാദികൾ നടത്തുന്നത് നല്ലതാണ്. ഈ ദിവസം മറ്റു വ്രതങ്ങളിലേക്കാൾ ശ്രദ്ധയോടെ വേണം ബലിതർപ്പണത്തിന് വ്രതമനുഷ്ഠിക്കേണ്ടത്. സത്യം, ക്ഷമ, സദാചാരം, ധർമ്മചിന്തയും നിഷ്ഠയും ശുചിത്വം എന്നിവ ശ്രദ്ധിച്ചു വേണം വ്രതമെടുക്കാൻ. ബലിതർപ്പണത്തോടെ വ്രതം അവസാനിപ്പിക്കുകയും ചെയ്യാം. തീർത്ഥങ്ങളിൽ തർപ്പണത്തിന് പോകുന്നവർ നിഷ്ഠകൾ അറിയാവുന്ന പുരോഹിതനെ സമീപിക്കേണ്ടതാണ്. തീർത്ഥങ്ങളിലൊക്കെ നടത്തുന്ന ബലികർമ്മത്തിന് കോഴിമുട്ടയോളം വലിപ്പത്തിലുള്ള അന്നം സമർപ്പിക്കണമെന്നുണ്ട്. വർഷത്തിലൊരിക്കൽ ഏത് മനുഷ്യനാണോ ശ്രാദ്ധം നടത്തുന്നത് അവൻ്റെ പിതൃക്കൾ 2 വർഷത്തേക്ക് സംതൃപ്തരാകും. ശ്രാദ്ധം ചെയ്തവന് ആയുസ്, സന്തതി, വിദ്യ, ധനം, കീർത്തി മുതലായവ ലഭിക്കുകയും ചെയ്യും. കർക്കിടക വാവിന് ബലിയിടുമ്പോൾ പിതൃക്കളുടെ അനുഗ്രഹം നേടാൻ ജപിക്കേണ്ട മന്ത്രത്തിൻ്റെ ഒരു സാരാംശം പറയാം. പരമോത്കൃഷ്ടമായ ഭക്തിഭാവനയോടുകൂടി സ്വർഗത്തിൽ മഹർഷിമാരാൽ തൃപ്തരാക്കപ്പെടുന്ന പിതൃക്കളെ ഞാൻ നമസ്കരിക്കുന്നു. മനുഷ്യരാൽ സദാ തൃപ്തരാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പിതൃക്കളെ ഞാൻ നമസ്കരിക്കുന്നു. വിപ്രന്മാരാലും വൈശ്യന്മാരാലും ശൂദ്രന്മാരാലും സിദ്ധഗുഹ്യകന്മാരാലും മഹാസുരന്മാരും നാഗങ്ങളാലും സർപ്പങ്ങളാലും സംതൃപ്തരാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പിതൃക്കളെ ഞാൻ നമിക്കുന്നു. എല്ലാ അഭിലാഷങ്ങളെയും പൂർണ്ണമാക്കുന്ന പിതൃക്കൾ ഈ ബലിതർപ്പണത്താൽ സംതൃപ്തരാകണമേ. സൂര്യബിംബത്തിലും ചന്ദ്രരശ്മിയിലും ശുക്ലവിമാനത്തിലും വസിക്കുന്ന പിതൃക്കൾ അന്നജലഗന്ധാദികളാൽ പുഷ്ടി പ്രാപിക്കണമേ. ദേവന്മാർക്ക് ഇഷ്ടപ്പെട്ട കറുത്ത എള്ളിനാലും മഹർഷിമാരുടെ സസ്യഭക്ഷണത്താലും പൂജിക്കപ്പെടാൻ യോഗ്യതയുള്ള പിതൃഗണം ഞാൻ നിവേദിക്കുന്ന പുഷ്പം, ധൂപം, ജലം, ഭോജ്യപദാർത്ഥങ്ങൾ എന്നിവയാൽ തൃപ്തരായി എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. അഗ്നിശ്വാത്തമൻ, ബർഹിഷദൻ, ആജ്വപൻ, സോമപായി എന്നിവർ ഈ ശ്രാദ്ധത്തിൽ തൃപ്തരാകണമേ.
രാക്ഷസന്മാർ, ഭൂതങ്ങൾ, പിശാചുക്കൾ, അസുരന്മാർ എന്നിവരിൽ നിന്നും ഉണ്ടാകുന്ന ദോഷങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കുമാറാകട്ടെ. വിശ്വൻ, വിശ്വബുക്ക്, ആരാധ്യൻ, ധർമ്മൻ, ധന്യൻ, ശുഭാകൻ, ഭൂതിതൻ, ഭൂതികൃത്, ഭൂതി എന്നീ 9 പിതൃക്കളുടെ ഗണങ്ങളും, കല്യാണൻ, കല്യതൻ, കർത്താവ്, കല്യൻ, കൽപ്പതരാശ്രയൻ, കല്യക ഹേതു, അനഘൻ എന്നീ 7 ഗണങ്ങളും, മഹാൻ, മഹാത്മാ, മഹിതൻ, മഹിമാവാൻ, മഹാബലൻ എന്നീ പാപനാശകരായ പിതൃക്കളും, സുഗതൻ, ധനതൻ, ധർമ്മതൻ എന്നിവരും എൻ്റെ ഈ ബലികർമ്മത്തിൽ തൃപ്തി പ്രാപിക്കണമേ. അമൂർത്തരും ദീപ്തതേജസ്വികളും ദിവ്യനേത്രങ്ങളോട് കൂടിയവരുമായ പിതൃക്കളെ ഞാൻ നമസ്കരിക്കുന്നു. മനു മുതലായ നേതാക്കളും സൂര്യചന്ദ്രന്മാരുടെ നായകന്മാരുമായ സകല പിതൃക്കളെയും ഞാൻ നമസ്കരിക്കുന്നു. നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും വായുവിൻ്റെയും അഗ്നിയുടെയും നേതാക്കന്മാരും ഭൂമി, ആകാശം ഇവയുടെ അധിപതിമാരുമായ പിതൃക്കളെ ഞാൻ കൃതാഞ്ജലിയായി പ്രണമിക്കുന്നു. പ്രജാപതിമാരായ കശ്യപനെയും സോമനെയും വരുണനെയും യോഗേശ്വരന്മാരെയും കരങ്ങൾ കൂപ്പി ഞാൻ പ്രണമിക്കുന്നു. 7 ലോകത്തിലെ 7 ഗുണങ്ങൾക്കും നമസ്കാരം. സോമധാരന്മാരും യോഗമൂർത്തിധരന്മാരുമായ പിതൃക്കൾക്കും ജഗത്പിതാവായ സോമനും നമസ്കാരം. അഗ്നിരൂപരായ പിതൃക്കളെ ഞാൻ നമസ്കരിക്കുന്നു. തേജസ്സിൽ സ്ഥിതി ചെയ്യുന്നവരും അഗ്നിയുടെ മൂർത്തിയായിരിക്കുന്നവരും ജഗൽ സ്വരൂപരും ബ്രഹ്മസ്വരൂപരും യോഗികളുമായ പിതൃക്കളെ ദത്തചിത്തനായി ഞാൻ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു. എല്ലാവരും എന്നിൽ പ്രസാദിക്കണമേ. ഇത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതും ബലിയിടുമ്പോൾ ചൊല്ലേണ്ടുന്നതുമായ മന്ത്രത്തിൻ്റെ സാരാംശമാണ് ഞാനിവിടെ പറയുന്നത്. ഇനി എന്തെങ്കിലും കാരണവശാൽ ബലിയിടാൻ കഴിയാതെ വന്നാൽ ഒരു കുമ്പിൾ ജലം കയ്യിലെടുത്തോ, ഒരു നുള്ള എള്ള് കയ്യിലെടുത്തോ, അതുമല്ലെങ്കിൽ ഒരു പഴം കയ്യിലെടുത്തോ ശുദ്ധമായ സ്ഥലത്തിരുന്ന് പിതൃക്കളെ സങ്കല്പിച്ച് സമർപ്പിക്കുകയും ഏറ്റവും അടുത്ത പിതൃപ്രീതികരമായ ദിവസങ്ങളിൽ ശരിയായ തർപ്പണം നടത്തുകയും ചെയ്താൽ മതിയാകും. അതിനും കഴിഞ്ഞില്ലെങ്കിൽ ഏകാന്തമായ സ്ഥലത്തിരുന്ന് 2 കൈകളും ഉയർത്തിപ്പിടിച്ച് പിതൃക്കളെ പ്രണമിച്ച് എൻ്റെ ഭക്തി കൊണ്ട് തൃപ്തരാകുവിൻ എന്ന് പ്രാർത്ഥിച്ച ശേഷം ഏറ്റവും അടുത്ത പിതൃപ്രീതികരമായ ദിവസം തർപ്പണം നടത്തണം. ഹിന്ദു ദേവതാ സങ്കല്പങ്ങളിൽ പൂർണ്ണ പുരുഷോത്തമ സങ്കല്പമാണ് വിഷ്ണു ചൈതന്യത്തിന് കണക്കാക്കുന്നത്. ലൗകികമായ ജീവിതവും ഉപാസിക്ക് സാധിക്കുന്ന അനുഗ്രഹങ്ങൾ നൽകുകയും ഒപ്പം പരമാത്മ ചൈതന്യമായ വിഷ്ണുവിലേക്ക് തന്നെ ലയിപ്പിക്കുകയും ചെയ്യുകയാണ് വൈഷ്ണവ സങ്കല്പം. വൈഷ്ണവത്തിലും ലൗകികവും ആത്മീയവുമായ പ്രാധാന്യം പൂർണ്ണമായും ഉണ്ടാകുന്നു. ലൗകിക ജീവിതത്തിൽ നിൽക്കുന്ന സാധാരണക്കാരന് ലൗകിക ജീവിതത്തെ അനുകൂലിക്കുന്ന വൈഷ്ണവ ചൈതന്യം വേഗം ഫലം ചെയ്യും. അതുകൊണ്ട് തന്നെ പിതൃസങ്കല്പം ഒരു ശൈവവും വൈഷ്ണവവും ആവാമെങ്കിലും വിഷ്ണു സങ്കല്പത്തിനാണ് പ്രാധാന്യം കൂടുതലെന്നറിയുക. ബലികർമ്മം ആദ്യം തുടങ്ങിയത് അത്രി മഹർഷിയാണെന്നാണ് വിശ്വാസം. അദ്ദേഹത്തിൻ്റെ തലമുറയിലുള്ള നിമിക്ക് ബ്രഹ്മദേവൻ പകർന്നു നൽകിയ അറിവിലാണ് ആദ്യ ബലി. എന്നാൽ മനുവാണ് ആദ്യമായി ശ്രാദ്ധ ക്രിയ നടത്തിയതെന്ന് മനുസ്മൃതിയിൽ പറയുന്നു. അതിനാലാണ് മനു ശ്രാദ്ധദേവനെന്ന് അറിയപ്പെടുന്നത്. തമിഴ്നാട്ടിൽ രാമേശ്വരത്ത് ബലിയിടുന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. രാമേശ്വരത്താണ് ശ്രീരാമൻ ബലിയിട്ടത്. അതുകൊണ്ടായിരിക്കാം രാമേശ്വരത്ത് ബലിയിടുന്നതിന് വളരെ പ്രാധാന്യമുണ്ടെന്നറിയണം. കേരളത്തിൽ വിഷ്ണുവുമായി ബന്ധപ്പെട്ട ക്ഷേത്ര സന്നിധികളിലെ തീർത്ഥഘട്ടങ്ങളിലാണ് ബലിതർപ്പണത്തിന് പ്രാധാന്യമുള്ളത്. അതിൽ തന്നെ ക്ഷേത്രത്തിനുള്ളിൽ ബലികർമ്മം നടക്കുന്ന ഇന്ത്യയിലെ തന്നെ ഒരേ ഒരു ക്ഷേത്രമാണ് തിരുവല്ലം പരശുരാമ ക്ഷേത്രം. ഇവിടെ പരശുരാമ വിഗ്രഹം ചതുർബാഹു രൂപമാണ്. പരശുരാമൻ്റെ മുഖം ബാക്കി മഹാവിഷ്ണുവിൻ്റേത്. ശംഖ്, ചക്രം, ഗദ എന്നിവയും താമരയ്ക്ക് പകരം മഴുവുമാണ് പരശുരാമൻ കൈകളിലേന്തിയിരിക്കുന്നത്. ഈ പ്രതിഷ്ഠ ശങ്കരാചാര്യ സ്വാമികൾ മണ്ണുകൊണ്ടുണ്ടാക്കിയതാണത്രേ. ഒരു കർക്കിടക വാവിന് തിരുവല്ലത്തെത്തിയ സ്വാമികൾ ആറ്റിൻകരയിൽ വന്ന് ബലിയിട്ടു. അതിനുശേഷം ആറ്റിൽ മുങ്ങി മണലെടുത്ത് പരശുരാമൻ്റെ വിഗ്രഹമുണ്ടാക്കി. അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠിച്ചതത്രേ. മാതാവിന് പുനർജന്മം കൊടുത്തതിനാലും വിഷ്ണുവിൻ്റെ അവതാരമെന്ന നിലയിലുമാണ് പരശുരാമന് പിതൃകർമ്മത്തിൻ്റെ പ്രാധാന്യം വന്നത്. ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും ശ്രീ പരമേശ്വരൻ്റെയും സംഗമസ്ഥാനമത്രേ തിരുവല്ലം പരശുരാമ ക്ഷേത്രം. ഇവർ മൂവരും ഒരുമിച്ച് അനുഗ്രഹം ചൊരിയുന്ന ഈ ക്ഷേത്രത്തിൽ പിതൃകർമ്മവും തിലഹോമവും നടത്തുന്നതും കർക്കിടക വാവ് ബലിയിടുന്നതും പിതൃക്കളെ പ്രീതിപ്പെടുത്തും. അവരുടെ അനുഗ്രഹവും സദാ ലഭിച്ചുകൊണ്ടിരിക്കും. കരമനയാറും പാർവതിപുത്തനാറും കിള്ളിയാറും ഒത്തുചേരുന്ന സംഗമത്തിനടുത്താണ് തിരുവനന്തപുരത്തുള്ള തിരുവല്ലം പരശുരാമ ക്ഷേത്രം. പിന്നെ കേരളത്തിലെ തന്നെ തിരുനെല്ലി, വർക്കല, തിരുമുല്ലവാരം, തിരുനാവായ, കോട്ടയം, തിരുനക്കര തുടങ്ങി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ ജില്ലകളിലും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെ തീർത്ഥഘട്ടങ്ങളിലെല്ലാം ബലിതർപ്പണത്തിനുള്ള സൗകര്യങ്ങളുണ്ട്.
ഇനി അറിയേണ്ടത് വാവ് ദിവസം ക്ഷേത്രങ്ങളിൽ തിലഹോമം, പിതൃപൂജ തുടങ്ങിയ വഴിപാടുകൾ ചെയ്യാവുന്നതാണ്. പിതൃശാപം മാറുന്നതിനും പിതൃപ്രീതിക്കും പിതൃപൂജ ഗുണകരമാണ്. ക്ഷേത്രങ്ങളിൽ പിതൃപൂജ വഴിപാടായി ചെയ്യാം. ബലിയിടുന്നതിന് മുമ്പ് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ച് വഴിപാടുകൾ നടത്തുന്നതാവും ഉചിതം. ബലിയിട്ടതിന് ശേഷമാണെങ്കിൽ കുളിച്ച് ശുദ്ധമായി പുതിയ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് മാത്രമേ ക്ഷേത്രത്തിനകത്ത് കയറാവൂ എന്നുമുള്ളതും അറിയണം. പിതൃപൂജ വീട്ടിലും ചെയ്യാം. വ്രതനിഷ്ഠയോടെ ഒരു വാഴയിലയിൽ നിലവിളക്ക് വെച്ച് നെയ്യൊഴിച്ച് കൊളുത്തി വയ്ക്കുക. ഓം പൃഥുഭ്യോ നമ, നാരായണായ നമ എന്ന മന്ത്രം 108 പ്രാവശ്യം ജപിച്ച് തുളസി ഇലയിൽ ആവാഹിക്കുക. പിതൃപ്രീതിക്കായി പ്രാർത്ഥിച്ച് ഇലയും പൂക്കളും ഒഴുക്കുള്ള ജലാശയത്തിൽ കളയുക. ഇത്രയുമൊക്കെയാണ് ഇങ്ങനെ ഒരു കർക്കിടക വാവ് ബലിയെ പറ്റി പറയാനുള്ളത്. ഏവർക്കും പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. നന്ദി, നമസ്കാരം.